ഹലോ, വെൽക്കം ടു ജേനി ഫോക്സ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കേരളത്തിലെ ഫുഡും കേരളത്തിലെ പച്ചക്കറികളുമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് കാനഡയിലെ ഞങ്ങൾക്ക് കിട്ടുന്ന പച്ചക്കറികളുടെ ഒരു ലിസ്റ്റും അതിൻ്റെ ഒരു വിലയും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ താമസിക്കുന്നത് ന്യൂ ബ്രൗൺസ്വിക്ക് എന്ന പറഞ്ഞ പ്രൊവിൻസിൻ്റെ ഒരു ചെറിയ ജില്ല എന്ന് പറയാം. ബാത്തുറഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഏകദേശം 46,000 ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മലയാളികളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നേ. ഇവിടെ മലയാളികൾ എന്ന് പറയുന്നത് ഞങ്ങൾ 4 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ബാക്കി വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലെ വെജിറ്റബിൾ സെക്ഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഗ്രേപ്സ് ആണ്. ഇത് $3.99 LB എന്ന് പറയുന്നത് 1 കിലോ ആണ്. 2.26 LB വേണം 1 കിലോ ആവുകയാണെങ്കിൽ. ഏകദേശം $9 ആവും 1 കിലോ മുന്തിരി മേടിക്കണമെങ്കിൽ. $9 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി വരുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 650 രൂപയാവുന്നുണ്ട്. പല വിധത്തിലും പല സൈസിലുള്ള ആപ്പിളുകൾ ലഭ്യമാണ്. മിക്കവാറും എല്ലാം കാനഡ മെയ്ഡ് ആണെങ്കിലും വിലയും ഒരു കോംപ്രമൈസും ഇല്ല. ജ്യൂസായിട്ട് വെച്ചേക്കുന്ന ആപ്പിളുകളെല്ലാം ആ ഇട്ടേക്കുന്ന വില തന്നെയാണ്. 2.99 LB ആണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കാൽക്കുലേഷൻ തന്നെ വരുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചൈന മെയ്ഡാണ്. ഇന്ത്യൻ വെളുത്തുള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ജിഞ്ചർ ഇന്ത്യൻ മോഡൽ ചില സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. പപ്പായയ്ക്ക് ഈ പറഞ്ഞ വില തന്നെയാണ്. ഏകദേശം കിലോയ്ക്ക് 500 രൂപ വെച്ച് വരുന്നുണ്ട്. പിന്നുള്ളതെല്ലാം ഈ ഗ്രീൻ ഐറ്റംസാണ്. സലാഡ് ഐറ്റംസ് ഇവിടെ കാനഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. അത് പല വിധത്തിലുള്ള സലാഡ് ഐറ്റംസിൻ്റെ പാക്കറ്റുകൾ ഇവിടെ ലഭ്യമാണ്. മഷ്റൂം, പല വിധത്തിലുള്ള മഷ്റൂമുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ലോക്കൽ മെയ്ഡാണ്. ക്യാപ്സിക്കം, ക്യാബേജ്, തണ്ണിമത്തൻ പീസായിട്ട് വെച്ചേക്കുന്നതിന് കിലോയ്ക്ക് 5.5 ആണ്. ഒരു 6 പീസ് കാണും. അതിന് മൊത്തം കൂടെ $6, $360 ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട്. പിന്നെ പൈനാപ്പിളിനും ഏകദേശം ആ ഒരു ബോക്സിന് ഒരു കട്ട് ചെയ്ത ഒരു ബോക്സിന് $5, 300 രൂപ ഒരു ബോക്സിന് ഒരു പൈനാപ്പിൾ ഉള്ളത്. ഈ പറയുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകൾ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കമൻറ്റിൽ അറിയിക്കണം. ഈ സൂപ്പർ മാർക്കറ്റിലെ ഏകദേശം കുറച്ച് ഐറ്റംസൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വരുന്നത് മെക്സിക്കോയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ്. ഇത് മെക്സിക്കോയുടെ മാംഗോ ആണ്. ചിലത് നല്ല മധുരമാണ്, ചിലത് നമുക്ക് പണി തരും. അതെ, ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഏതൊക്കെ പച്ചക്കറികൾ ഇതിനകത്തൊന്ന് മിസ്സിങ് ഉണ്ടെന്നുള്ളത് ഒന്ന് പറയണേ. ഇത് കോക്കനട്ട് വാട്ടറാണ്, എക്സ്പോർട്ടിങ് ഫ്രം മെക്സിക്കോ. ചില സമയത്ത് നല്ല പണി കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള ബനാന പഴങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ ഫിലിപ്പിൻ ബനാനയാണ്. ഈ ഒരു റോബസ്റ്റ ടൈപ്പ് ബനാന മാത്രമേ ഇവിടെ ലഭ്യമുള്ളൂ. ഇത് ഏത്തയ്ക്കാണ്. ഇത് ആഫ്രിക്കൻ്റെയാണ്. ഇതിന് LBക്ക് $1.50, അതായത് 1 കിലോ വരുമ്പോൾ ഏകദേശം 250 രൂപയോളം വരുന്നുണ്ട്. സ്ട്രോബെറീസ് US-ൻ്റെ ഉണ്ട്, കാനഡയുടെ ഉണ്ട്. ഇപ്പോൾ US കാനഡ ഇഷ്യൂസ് കാരണം കനേഡിയൻസ് എല്ലാം കാനഡയുടെ പ്രൊഡക്റ്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ, കുറച്ച് പേരൊക്കെ. സ്ട്രോബെറീസ് എല്ലാം നല്ലതാണ്, നല്ല മധുരമുള്ളതാണ്. പിന്നെ ബെറീസുകളെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം കനേഡിയൻ മെയ്ഡാണ്. എല്ലാം കനേഡിയൻ മെയ്ഡ് ആണെങ്കിലും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലയ്ക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല.
എല്ലാ ഗ്രേപ്സും സീഡ്ലെസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ മെയ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതേണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ സ്വർണ്ണപ്പഴം, സ്വർണ്ണ വിലയുള്ള പഴം. നമ്മുടെ നാട്ടിൽ ഇതിന് വിലയില്ലെങ്കിലേ ഇവിടെ ഈ ഒരു പീസിന് വില 800 രൂപ കൊടുക്കണം. ഒരു മൊത്തം ചക്കയ്ക്ക് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 8000 രൂപയോളം വരും ഒരു മൊത്തം ചക്ക വരുമ്പോൾ. ഇത് കേരളത്തിൻ്റെ അല്ല കേട്ടോ, മെക്സിക്കോടെയാണ്. നമ്മുടെ നാടേ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കാരണം വെച്ചാലേ നമുക്ക് കിട്ടാത്ത പച്ചക്കറികളില്ല, ഫലവർഗ്ഗങ്ങളില്ല. കപ്പ, ചക്ക, അങ്ങനെ നിങ്ങളൊന്ന് വലിയൊരു ലിസ്റ്റ് നമുക്ക് തന്നെയുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാം. മെക്സിക്കോയുടെ ചക്ക, പേരയ്ക്ക, അധികം പച്ചക്കറികൾ ഇവിടെ ലഭ്യമല്ല ഞങ്ങളുടെ ഈ സ്ഥലത്ത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, കൂർക്ക, അങ്ങനെ നിങ്ങളൊന്ന് വലിയൊരു ലിസ്റ്റുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികളൊന്നും ഫ്രഷ് വെജിറ്റബിൾസിനകത്തില്ല. ഫ്രോസൺ ഐറ്റംസിനകത്ത് ഇത് അവൈലബിൾ ആണ് ചിലതൊക്കെ. ഒത്തിരി വെറൈറ്റീസ് ഇല്ലെങ്കിലും മുസമ്പിയും ഓറഞ്ചും ലഭ്യമാണ്. പക്ഷേ അതിൻ്റെ വില ചില സമയത്ത് ഭയങ്കര ഹൈ ആണ്. ഈ വിഷ്വലിൽ കാണാത്ത പച്ചക്കറികളുടെ പേരുകൾ, നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന പച്ചക്കറിയുടെ പേരുകൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ക്യാബേജാണ്. ക്യാബേജിന് ഇച്ചിരി വിലക്കുറവുണ്ട്. ലോക്കൽ മെയ്ഡ. കുക്കുംബർ ഇവിടുത്തെ ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റം. ഒരു പീസിന് $2.50, ഒരു 9 പീസിന് $6.50 വരുന്നുണ്ട്. പല വിധത്തിലുള്ള ടൊമാറ്റോസ് ഉണ്ട്. ഏകദേശം എല്ലാ ടൊമാറ്റോയും കാനഡ മെയ്ഡ് തന്നെയാണ്. സീസണൽ ഫാമിങ്ങിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതാണ്. ഇവിടുത്തെ എല്ലാ പച്ചക്കറികളും ഓർഗാനിക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഈ ഓർഗാനിക് കൃഷി ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളങ്ങൾ, അതിൻ്റെ മണ്ണുകളെല്ലാം ലഭ്യമാകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ബീട്രൂട്ട്, ക്യാരറ്റ് ഇവയൊക്കെ ലഭ്യമാണ്. പൊട്ടറ്റോ, ഇത് ഒനിയൻ സെക്ഷനാണ്. വെളുത്തുള്ളി, മഞ്ഞൾ, പല രാജ്യത്തെ കൊച്ചുള്ളികൾ, നമ്മുടെ ഇന്ത്യയിലേ ഇല്ല, മെക്സിക്കോയുടെ. സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോസ്, പല വെറൈറ്റി പൊട്ടറ്റോസ്. ഇവിടെ വരുമ്പോൾ മത്തങ്ങയാണ്. മത്തങ്ങ ഒന്നും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഹാർഡായിട്ടും ഇച്ചിരി പഴകിയതുമാണ്. ഇത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു സെക്ഷനാണ്. കാച്ചിലുണ്ട് അതിനകത്ത്. കാച്ചിലിന് ഒരു LBക്ക് $6, 1 കിലോ വരുമ്പോൾ 12, 1200 രൂപയോളം വരുന്നുണ്ട്. കപ്പ മെക്സിക്കോടെയാണ്. ഞങ്ങൾ സാധാരണ ഇത് ഉപയോഗിക്കാറില്ല, കാരണം വെച്ചാൽ ചില സമയത്ത് നല്ല പണിയാണ്. കറുത്തു പോയ കപ്പകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാത്ത വേറൊരു ടൈപ്പ് ബീൻസ് അവൈലബിൾ ആണ്. ആ ബീൻസിന് ഒരു പാക്കറ്റ് 350 ഗ്രാമിന് $6.50 ഈ വീഡിയോ കണ്ട അത്രയും പച്ചക്കറികളെ ഇപ്പോൾ ഇവിടെ ലഭ്യമുള്ളൂ. ഇവിടെ ഒരു 4 സൂപ്പർ മാർക്കറ്റുകളുണ്ട്. 4ഇടത്തും ഏകദേശം ഇതേ അളവിൽ തന്നെയുള്ള പച്ചക്കറികളെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പച്ചക്കറികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാ ഇലവർഗ്ഗങ്ങളും സലാഡിനുമാണ് ഇവിടെ കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാനഡ ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പ് ഇട്ട വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്, അതിൽ മെസ്സേജ് അയയ്ക്കൂ. ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുകയോ ചെയ്ത് ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.